ഹായ്, വെൽക്കം ടു ഈസി ടോയ്സ് മലയാളം. നമുക്ക് ഈ 2026 ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്നത് ചലഞ്ചായിട്ട് ഏറ്റെടുത്താലോ? ജർമ്മനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജർമ്മൻ പാടാണെന്ന് പറഞ്ഞ് പല ആൾക്കാരും മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ഞാനും തുടക്കത്തിൽ എങ്ങനെയാണ്. എന്നാൽ പാടാണെന്ന് മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങളും 2026 തുടക്കം ഇട്ടാലോ? എല്ലാ ലാംഗ്വേജിലെയും പോലെ ഇവിടെയും നമുക്ക് ജർമ്മന് ആൽഫബറ്റ്സിൽ നിന്ന് സിമ്പിളായിട്ട് തുടങ്ങാം. ഇവിടെ ജർമ്മനിൽ ആൽഫബറ്റ് എ എന്ന് പറയുന്നത് ആ എന്നാണ് പറയുന്നത്. എ ആ, ബി ബേ, ബി ബേ, സി സേ, സി സേ, ഡി ഡേ, ഡി ഡേ, ഇ എ, ഇക്ക് നമ്മൾ എ എന്നാണ് പറയുന്നത്. ഇ എ, എഫിന് എഫ് എന്ന് തന്നെയാണ്. എഫ് എഫ്. ജിക്ക് നമ്മൾ ഗേ എന്നാണ് പറയുന്നത്. ജിക്ക് നമ്മൾ ഗേ. എച്ച് എന്ന് പറയുന്നത് ഹ, എച്ച് ഹ. ഐക്ക് നമ്മൾ ഇ, ഐക്ക് ഇ. ജെ യോട്ട് എന്നാണ് പറയുന്നത്. ജെ യോട്ട്. കെ ക, കെക്ക് ക. എൽ സെയിം തന്നെ. എൽ എം എം, എൻ എൻ, ഒ ഒ. എല്ലും എമ്മും എന്നും ഒയും ഒരേപോലെ തന്നെയാണ്. അടുത്ത പി. പി നമ്മൾ പേ എന്നാണ് പറയുന്നത്. പി പേ. ക്യു കൂ, ക്യൂവിന് കൂ. ആർ എർ, ആർ എർ. എസ് നമ്മൾ എസ് എന്ന് തന്നെയാണ് പറയുന്നത്. ടിക്ക് നമ്മൾ ടേ എന്നാണ് പറയുന്നത്. ടി ടേ. യു ഒ എന്നാണ്. യു ഒ. വിക്ക് ഫൗ, വി ഫൗ. ഡബ്ല്യു വേ, ഡബ്ല്യു വേ എന്നാണ്. എക്സ് ഇക്സ്, എക്സ് ഇക്സ്. വൈ യുപ്സിലോൺ, വൈക്ക് ഉപ്സിലോൺ. ഇസഡിന് സെറ്റ്, ഇസഡ് സെറ്റ്. ഇനി ഇവിടെ കണ്ടോ, എയുടെ മുകളിൽ 2 ഡോട്ട്. ആ ഡോട്ടിന് പറഞ്ഞ പേരാണ് ഉംലൗട്ട്. UMLAUT, ഉംലൗട്ട്. എ ഉംലൗട്ട് എന്ന് പറയുന്നതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് എ എന്ന് തന്നെയാണ്. യു ഉംലൗട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഊ എന്നാണ്. ഊ. എ ഉംലൗട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് എ, യു ഉംലൗട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് ഊ. മനസ്സിലായോ? അടുത്തത് ഓ ഉംലൗട്ട്. ഓ ഉംലൗട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നതാണ് ഔ. ഓ ഉംലൗട്ട് പ്രൊനൗൺസ് ചെയ്യുന്നതാണ് ഔ. വേറൊരു ചിഹ്നം കണ്ടോ, ഒരക്ഷരം. അത് നമ്മൾ ഇംഗ്ലീഷിൽ ഡബിൾ എസ് എഴുതുന്നതിന് പകരം ജർമ്മനിൽ ഈ വേർഡാണ് എഴുതുന്നത്, ഈ ലെറ്ററാണ് എഴുതുന്നത്. ഇതിന് എസെറ്റ് എന്ന് പറയും. എസെറ്റ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നോട് പറയാവുന്നതാണ്. ഞാനത് മാക്സിമം എന്നെക്കൊണ്ടാകുന്ന വിധം ഞാൻ പരിഹരിക്കാൻ നോക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റിലൂടെ പറയും. താങ്ക് യു.